നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. ഞായറാഴ്ച രാത്രിയോടെയാണ് ഭൂചലനം ഉണ്ടായത്. 500 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. 500-ലധികം മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1000-ലധികം പേർക്ക് ഈ ഭൂചലനത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. US ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രാദേശിക സമയം രാത്രി 11:47 നംഗർഹർ പ്രവിശ്യയിലെ ജലാലാബാദിന് വടക്ക് കിഴക്കായി 27 കിലോമീറ്റർ അകലെ 8 കിലോമീറ്റർ ആഴത്തിലായിട്ടാണ് ഭൂചലനം ഉണ്ടായത്. മാത്രമല്ല, അല്പസമയത്തിന് ശേഷം നംഗർഹാറിലെ ബസാവുളിന് സമീപം 4.5 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനവും ഉണ്ടായി. നൂർഗുൽ, സോക്കി, വാട്ട്പൂർ, മനോഗി, ചബദാരെ എന്നീ ജില്ലകളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ടതെന്നാണ് കുനാർ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. 100 കണക്കിന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അത് നശിക്കുന്ന സാഹചര്യമുണ്ടായി. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും 500ഓളം മരണം സംഭവിച്ചിരിക്കുന്ന ഭൂചലനം, അത് എത്രമാത്രം ഭയാനകവും ഭീകരവുമായിരുന്നു ആ ഭൂചലനം എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 2023 ഒക്ടോബറിൽ പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പമുണ്ടായി. 2400 പേർ മരിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ മരണസംഖ്യ ഉയരുമെന്ന് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത്. ഭൂകമ്പത്തിൽ 2 കുട്ടികൾ മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റു എന്ന ആദ്യ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മരണസംഖ്യ ഉയർന്നതും 500-ലധികം മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നത്. വീടുകളുടെ മേൽക്കൂര തകർന്നു വീണാണ് കുട്ടികൾ മരിച്ചതെന്ന് പ്രൊവിൻഷ്യൽ അധികൃതർ പറഞ്ഞു. ആദ്യ ഭൂകമ്പത്തിന് പിന്നാലെ തുടർ ചലനങ്ങളും റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് 4-നും 5-നും ഇടയിൽ തീവ്രത രേഖപ്പെടുത്തിയ തുടർ ഭൂചലനങ്ങൾ ഉണ്ടായി. ആദ്യ ഭൂകമ്പത്തിന് ശേഷം 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം 140 കിലോമീറ്റർ ആഴത്തിലുണ്ടായി. ഇത് ആദ്യത്തെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് അടുത്തായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. പ്രഭവ കേന്ദ്രത്തിന്റെ ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ കൂടുതൽ അപകടകാരികളാണ്. ഇത്തരം ഭൂകമ്പങ്ങളുടെ തരംഗങ്ങൾ പെട്ടെന്ന് തന്നെ ഉപരിതലത്തിലെത്തും. അതുകൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഭൂചലനം അനുഭവപ്പെടുകയും പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ഇതിന്റെ പ്രകമ്പനം ഉണ്ടാവുകയും ചെയ്തു. ഇസ്ലാമാബാദിൽ നിന്ന് ഏകദേശം 370 കിലോമീറ്റർ അകലെയായിരുന്നു ഈ പ്രദേശം. യുറേഷ്യൻ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേർന്ന ഭാഗത്താണ് അഫ്ഗാനിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കുഷ് മേഖലയിലൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കനത്ത മഴയുണ്ടായിരുന്നു, വെള്ളപ്പൊക്കമുണ്ടായിരുന്നു, പിന്നാലെയാണ് ഭൂചലനവും ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് നഭംഗർഗർ പ്രവിശ്യയിൽ വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ചയുമായി കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. ഇതിൽ 5 പേർ മരിച്ചു, കൃഷിയിടങ്ങളും വീടുകളും നശിച്ചു. ഈ ദുരന്തം നടന്ന ദിവസങ്ങൾക്കകമാണ് ഈ ഭൂചലനം ഉണ്ടായതും ഇത്രയധികം ആൾക്കാർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായതും. കുട്ടികൾ വീടിന്റെ മേൽക്കൂര തകർന്നു മരിച്ചു എന്നാണ് പ്രൊവിൻഷ്യൽ അധികാരികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഭൂചലനം അനുഭവപ്പെട്ടതോടെ ആളുകൾ ഭയത്തോടെ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സാഹചര്യമുണ്ടായി. നാശനഷ്ടം സംഭവിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലും ആൾക്കാർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. രക്ഷാപ്രവർത്തനം ഒക്കെ നടത്തുകയാണ്, തിരച്ചിൽ നടത്തുകയാണ്. ആശുപത്രികളിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.